എൻ്റെ പേര് മുഹമ്മദ് അലി, ചെറുപ്പളശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. വളരെ സന്തോഷകരമായൊരു ജീവിത സമയത്താണ്, എൻ്റെ ഫാമിലിയോടുള്ള ജീവിത സമയത്താണ് എനിക്ക് ഈ സോറിയാസിസ് എന്ന ഈ രോഗം വരികയും ശരീരം മുഴുവനും കാലിലും കയ്യിലും എല്ലാം തൊലികൾ ഒരിഞ്ഞു പോവുക, കാൽപാദത്തിൻ്റെ അടിയിൽ വലിയ വലിയ വിള്ളൽ സംഭവിക്കുക, പല ഹോസ്പിറ്റലിൽ പോവുകയും പല ലാബ് ടെസ്റ്റ് നടത്തി ഒരു മാറ്റങ്ങളൊന്നും വരാതെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് വഴി തൃശ്ശൂരിൽ സെൻട്രൽ ഫോർ അലർജി ആസ്മ ഹോസ്പിറ്റൽ വരികയും ഡോക്ടർ തൃശ്ല തോമസിനെ കാണുകയും ചെയ്തത്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും വിശദമായി ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് സാറ് പറഞ്ഞു തന്ന് അത് പ്രകാരം ഡോക്ടറുടെ മരുന്ന് കഴിക്കുകയും ചെയ്തു. ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ വേദനാകരമായ ആ സമയമായിരുന്നു. ആര് കണ്ടാലും ശരീരം അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ ബുദ്ധിമുട്ടിലായി ഞാൻ ഇവിടെ വന്നുപെട്ടത്. ഡോക്ടർ വളരെ നമ്മളെ സമാധാനിപ്പിക്കുമ്പോഴും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ ഡോക്ടറുടെ ആ രോഗികളോട് ആ പെരുമാറ്റം എൻ്റെ മനസ്സിൽ വളരെ സന്തോഷകരമായി തോന്നി. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗമുള്ളതായിട്ട് പോലും തോന്നാത്ത രീതിയിലുള്ള ആ സംസാരങ്ങൾ സാറ് പറയുകയും നിർദ്ദേശങ്ങളും എല്ലാം തരികയും ചെയ്തു. ഇവിടെ വരുന്നതിന് മുൻപ് ഓരോ ഡോക്ടർമാരും തന്ന മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. പല ഹോസ്പിറ്റലുകളിൽ നിന്നും ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയാലും സാറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ബ്ലഡ് ടെസ്റ്റിലാണ് ഈ രോഗം എന്താണെന്ന് അറിയുകയും അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള മരുന്നുകൾ തരികയും ചെയ്തത്. ഈ രോഗങ്ങൾ പ്രയാസപ്പെടുന്ന നമ്മുടെ നാട്ടിൽ അനവധി പേരുണ്ട്. ശരിക്കും മരുന്നുകൾ കഴിച്ച് രോഗങ്ങൾ കൂട്ടുന്ന സ്ഥിതിഗതികളാണ് വരുന്നത്. മരുന്നിൻ്റെ ഡോസ് കാരണം നമ്മുടെ ശരീരം താങ്ങാൻ വയ്യാതെ വളരെ പ്രയാസത്തിലാണ്. എന്നാൽ ഹോമിയോ മരുന്ന് കൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നില്ല. ഡോക്ടറുടെ അടുത്ത് വരുന്ന ഓരോരോ രോഗികളെ കണ്ടുപോൽ നമ്മൾ വിഷമിച്ചു പോകും. വളരെ പ്രയാസപ്പെട്ട് ഓരോരോ രോഗികൾ വന്ന് കരയുന്ന രംഗങ്ങൾ ഞാൻ അനവധി സമയങ്ങളിൽ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം വളരെ നല്ല രീതിയിലുള്ള ആ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് രോഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അത്രയും വളരെ വലിയൊരു മനസ്സാണ് ആ ഡോക്ടറുടെ. എനിക്ക് മരുന്ന് തന്ന് 3 മാസമായപ്പോൾ ശരീരത്തിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഒരു 70-80% എൻ്റെ ശരീരത്തിൽ വിയർപ്പ് വന്നു. കാലിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് വിയർപ്പില്ലാത്തുള്ളൂ. ശരീരം മുഴുവൻ ഇപ്പോൾ വിയർത്തു, തലയെല്ലാം വിയർത്തു നല്ല വരുന്നുണ്ട്. എൻ്റെ ശരീരം ഇതിൻ്റെ മുൻപ് കൃഷിസ്ഥലം വറ്റി വരണ്ട ആ സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ എൻ്റെ ചർമ്മങ്ങൾ വളരെ മൃദുലമാവുകയും ശരീരത്തിൽ നിന്ന് അങ്ങനെ രോഗം ഉള്ളതായിട്ട് എനിക്ക് തോന്നാത്ത അവസ്ഥയിലായി. പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം വന്നു. ഇത് കേൾക്കുന്ന പലവരും പല പ്രയാസങ്ങളും ശരീരത്തിൽ സ്കിന്നിൽ അനുഭവപ്പെടുന്ന രോഗികൾ നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതുമായ കുറേ അനവധി പേരുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഡോക്ടറെ കാണുകയും വേണ്ട ചികിത്സകൾ തേടുകയും ചെയ്യണം. നിങ്ങൾക്ക് 100% വിശ്വസിക്കുവാനും കഴിയും എന്നെനിക്ക് ധൈര്യമായിട്ട് തന്നെ എനിക്ക് പറയാം. കാരണം ഞാൻ ആ അവസ്ഥയിലായിരുന്നു ഇവിടെ ആദ്യം വന്നുപെട്ടത്. ആ അവസ്ഥ നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ല. പൂർണ്ണ
പൂർണ്ണ തോതിലാണ് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും വൃത്തിയായി വന്നത്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിന്ന് ഭക്ഷണങ്ങളെല്ലാം ഡോക്ടർ പറയുന്നത് പോലെ കഴിക്കുവാനും അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് പരിപൂർണമായിട്ടും ഈ രോഗം മാറിക്കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ശരീരം ഇത്രയും പ്രയാസങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തി എൻ്റെ ഡോക്ടറോട് ഞാൻ നന്ദി പറഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ മറുപടി, എല്ലാം പടച്ചവനാണ്, ദൈവത്തിനാണ് നന്ദി, എന്നോടല്ല നന്ദി പറയേണ്ടത്. എന്നാലും എൻ്റെ കുടുംബത്തിന് എന്നും ഈ ഡോക്ടറോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു.